എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 അടുത്തൊരു പ്രൊമോയും കൂടി വന്നിട്ടുണ്ട്. ആ ഒരു പ്രൊമോയിൽ ലാലേട്ടൻ പറയുന്നത് ഈ ഒരു ഷോ അൺപ്രഡിക്റ്റബിൾ ആണ്, അതിനെക്കുറിച്ചാണ്. ആ ഒരു പ്രൊമോയിലെ തീം എന്താണെന്ന് വെച്ചാൽ, പഠിപ്പിസ്റ്റായിട്ടുള്ള ഒരു മകൻ്റെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ബിഗ് ബോസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊമോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പഠിപ്പിസ്റ്റായിട്ടുള്ള ഒരു മകൻ പിറ്റേ ദിവസത്തെ എക്സാമിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. 8-9 തവണ റിവിഷൻ ചെയ്യുന്നു, വെളുപ്പിനെ എണീച്ച് പഠിക്കുന്നു, ഫുഡ് ഉപേക്ഷിച്ചിട്ട് ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പ്രൊമോ വന്നിരിക്കുന്നത്. പഠിച്ച കാര്യങ്ങൾ 8-9 തവണ റിവിഷൻ ചെയ്തിട്ട് പിറ്റേ ദിവസം എക്സാമിന് സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴിയിൽ വീഴുകയും അങ്ങനെ അവൻ കാലൊടിഞ്ഞ് ആശുപത്രി കിടക്കുമ്പോഴാണ് ലാലേട്ടൻ്റെ എൻട്രി വരുന്നത് ആ പ്രൊമോ വീഡിയോയിൽ. അങ്ങനെ ലാലേട്ടൻ സ്ക്രീനിൽ വന്ന് പറയുകയാണ്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കണമെന്നില്ല. ഉറക്കം അളച്ചും അല്ലാതെ 8-9 തവണ റിവിഷൻ ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ പഠിക്കുന്നതോ അല്ലെ ചെയ്യുന്ന കാര്യങ്ങളോ അല്ല യഥാർത്ഥ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നത്. അതാണ് ആ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രൊമോയിലെ തീം നമ്മുടെ ബിഗ് ബോസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ബിഗ് ബോസിലോട്ട് സെലക്ട് ചെയ്ത മത്സരാർത്ഥികളാകട്ടെ, അവരിപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ബിഗ് ബോസിൽ ചെന്നിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഓരോന്നെല്ലാം കഴിഞ്ഞ സീസൺ 5 വരെയുള്ള വീഡിയോകളെല്ലാം കണ്ട് അതിൽ നിന്ന് പഠിച്ചിട്ടൊക്കെയാണ് പുതിയ സീസണിലേക്ക് പോകുന്നത്. അപ്പോൾ അവരവർക്കും ഈസിയാണ്, അവിടെ ചെന്ന് സർവൈവ് ചെയ്യാമെന്ന് പറഞ്ഞാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓരോരുത്തരെ പരിചയപ്പെട്ട് ഓരോരുത്തരുടെ സ്വഭാവവും സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ പോവും എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകുമ്പോൾ. അതാണ് ലാലേട്ടൻ ആദ്യമേ ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്തത്. ഈ ഷോ അൺപ്രഡിക്റ്റബിൾ ആണ്. ബിഗ് ബോസിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.